ഗായ്സ്, ഞങ്ങൾ എല്ലാവരും കൂടെ രുക്കുവിന്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ അമ്പലത്തിൽ തിരുവാതിര നടക്കുന്നുണ്ട്. നമ്മൾ രുക്കുവിന്റെ തിരുവാതിരയാണ് അവിടെ കാണാൻ പോകുന്നത്. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ ചെന്ന് നല്ല ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം തുടങ്ങാറൊക്കെ ആയി. അങ്ങനെ തിരുവാതിര തുടങ്ങി. തിരുവാതിര കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് തിരുവാതിര കളിച്ചത്. പിന്നെ ഞാൻ കളിച്ചിട്ടേ ഇല്ല. രുക്കു ഇപ്പോൾ കുറേ കഴിഞ്ഞ വർഷം തൊട്ട് ഇങ്ങനെ തിരുവാതിര കളിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ മുമ്പും കളിച്ചിട്ടുണ്ട്, പിന്നെ അമ്പലങ്ങളിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നല്ല ഭംഗിയാണ് കാണാനായിട്ട് തിരുവാതിര. ആ ഡ്രസ്സും നമ്മൾ കേരളീയ തനിമയും എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. അവിടെ എല്ലാവരും ഇത്ര എഫേർട്ട് എടുത്ത് വന്ന് തിരുവാതിര കളിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ജോലിയൊക്കെ ചെയ്യുന്നവർ, ജോലിക്ക് പോകുന്നവരൊക്കെയാണ്. അവർ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. ഒരുപാട് സോങ്സ് ഉണ്ടായിരുന്നു കേട്ടോ തിരുവാതിരയ്ക്ക് വേണ്ടി. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ എപ്പോഴും പറയണല്ലോ രുക്കു, പിന്നെ പുള്ളിയാണല്ലോ. ഇതാണ് നമ്മുടെ രുക്കുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആതിര. പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പാൽപ്പായസവും കടലയും പയറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ആസ്വദിച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് കുറെ ഫോട്ടോസും കാര്യം എടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് എന്നെ കൊള്ളാവൂടി രുക്കുവിനടുത്ത് 100 വട്ടം ചോദിച്ചപ്പോൾ തന്നെ പുതിയ ഡ്രസ്സൊന്നും നോക്കുക. അവളാണ് ഈ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അവൾ പായസം കുടിച്ചിട്ടിരിക്കുകയാണ്. ഇത് രുക്കുവിന്റെ കൂട്ടുകാർ കേട്ടോ, തിരുവാതിരക്കുള്ള കുട്ടിയായിരുന്നു. അങ്ങനെ വീണ്ടും പറയും ഒന്ന് ഡ്രസ്സ് നോക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രുക്കുവിന്റെ വീട്ടിലേക്കാണ് ചെന്നത്. അവിടെ ചെന്നിട്ട് കുറെ ചളിയും കാര്യങ്ങളൊക്കെ അടിച്ച് ചിറ്റമ്മയുടെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ നീട്ടി പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല സന്ധ്യയായിട്ടുണ്ട്, ഇരുട്ടായിട്ടുണ്ട്. പോകണമല്ലോ എന്നാൽ ആലോചിക്കാൻ ഭയങ്കര വിഷമമാണ്. എനിക്ക് എപ്പോൾ ചത്തിട്ട് പോയാലും വീട്ടിൽ പോകാൻ ഭയങ്കര മടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ണിക്കുട്ടിയും കുഞ്ഞാൻ്റെ ആദ്യമായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അവർക്ക് പകലൊരു ദിവസം ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ടുപോവുകയും വേണം. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് രുക്കുവിനെ 2-3 കളിയൊക്കെ ആക്കി ഇന്നത്തെ പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചാറ്റ് പറഞ്ഞ് പോവുകയാണ്. ബൈ.